നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മത്സരം കാണാൻ പോകാൻ എന്തൊക്കെ എക്സ്പെൻസാണ് ആരാധകർക്കുള്ളത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മാനേജ്മെൻറ്റ് പൈസ ഇറക്കല് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് തന്നെ ഉള്ളിലോട്ടൊരു സാധനം അവർ കയറ്റില്ല. അപ്പോൾ ബാഗോ ലഗേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തൊരു കൗണ്ടറുണ്ട്, അവിടെ കൊടുക്കണം. അതിന് കൊടുക്കണം 50 റുപ്യ. പിന്നെ രണ്ടാമത് സെക്യൂരിറ്റി പോയിൻ്റ് ഒരു സാധനം നമ്മളെ കയറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ പുകയിൽ ചീർപ്പ് വരേണ്ടില്ല, അത് വരെ അവിടെ കൊണ്ടുവന്നിടും. നമ്മൾ ഈ 5 മണിക്കൊക്കെ കളി കാണാൻ കയറുന്നതാണ്, എന്തായാലും വിശക്കും. 4 മണിക്കൂർ 9 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ ആകപ്പാടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ക്രാവിൻ്റെ ചിപ്സ് ആണുള്ളത്. അതിനൊരു പാക്കറ്റ് കൊടുക്കണം, 30 ഉറുപ്പ്യ കൊടുക്കണം. ഒന്നൊന്നോ ചിലപ്പോൾ 2 വാങ്ങേണ്ടി വരും. ഇനിയിപ്പോൾ തൊണ്ട പറ്റിയാലോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ അതിന് കൊടുക്കണം 20 ഉറുപ്പ്യ. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ നമുക്ക് ഇപ്പോൾ തന്നെ ചിലവായി നോക്കും. 100 രൂപയോടെ നമുക്കിപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ടിക്കറ്റിന് ഏറ്റവും കുറവ് പ്രൈസ് വരുന്നത് 200 രൂപയാണ്. 300 രൂപ അങ്ങനെയായി. ഇത് നമുക്ക് ഒരൊറ്റൊരു ആരാധകന് ഒരു കളി കാണാൻ ആവുന്ന മിനിമം ചിലവുകളാണ്. വലിയ വലിയ ടിക്കറ്റ് എടുക്കുന്നവരുണ്ടാവും. അതും അല്ലാണ്ട് പല ലോങ്ങിൽ നിന്നും ആളുകൾ വരുന്നുണ്ടാവും. ട്രെയിൻ ടിക്കറ്റും മെട്രോ ടിക്കറ്റും. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് തന്നെ പോവുകയാണെങ്കിൽ തന്നെ മെട്രോ ടിക്കറ്റ് ഉണ്ട്, അങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതും. അതേപോലെ തന്നെ വല്ല വയനാട്ടിൽ നിന്നോ കാസർഗോഡ് നിന്നോ വല്ല കോഴിക്കോട് നിന്നൊക്കെ വരുന്നവർക്ക് ട്രെയിൻ ടിക്കറ്റും ബസ് ടിക്കറ്റും അതൊക്കെ അവരെ കയ്യിൽ നിന്ന് പോകുന്ന ചിലവുകളാണ്. ഇനി ഇതൊക്കെ പോട്ടെ, ഒരു ദിവസത്തെ പണി മെനക്കെട്ടാണ് എല്ലാവരും ഈ ടീമിനോടുള്ള ഇഷ്ടം കൊണ്ട് കളി കാണാൻ വരുന്നത്. ഇനിയിപ്പോൾ ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലാണ് കളി എന്നുണ്ടെങ്കിൽ പോലും ഈ ടീമിന് ഇഷ്ടം കൊണ്ടാണ് ഈ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം കുടുംബത്തിൽ ഇതിനൊന്നും സ്പെൻഡ് ചെയ്യാണ്ട് വരുന്നത്. ഈ ടീമിനോടുള്ള ഇഷ്ടം മാനേജ്മെൻറ്റിനോടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉള്ളതല്ല. ചിലപ്പോൾ നാടിനോട് ഇഷ്ടം കയറിയിട്ട് അങ്ങനെ ആയതായിരിക്കാം. അല്ലെങ്കിൽ എന്തൊക്കെ രീതിക്ക് നമ്മൾ ഈ ഒരു ടീമുമായിട്ട് അടുപ്പം വന്നവരായിരിക്കാം. നമുക്കതങ്ങനെ അറുത്ത് മാറ്റാനോ കാര്യങ്ങളോ ഒന്നും തന്നെ പറ്റത്തില്ല. നമ്മൾ ഈ പൈസയും കാര്യങ്ങളും ഇതൊക്കെ സഹിച്ച് നമ്മൾ സ്റ്റേഡിയത്തിൽ പോകുന്നുണ്ട്. എന്നിട്ട് പോലും അർഹമായിട്ടുള്ളൊരു ടീമിനെ നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഈ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് അതങ്ങനെ ഇതിങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളവിടെ നേരിട്ട് പോകുമ്പോഴേ ഉള്ളൂ നമുക്ക് ഈ മാനേജ്മെൻറ്റിനെ മോന്തമെന്ന് കൈയെടുക്കാൻ തോന്നില്ല. അവർ ആ സെക്യൂരിറ്റിൻ്റെ ഒരു കാട്ടിക്കൂട്ടലും മറ്റേ ഇവരെ കുറേ ബോഡി ഗാർഡ്സൊക്കെ ഉണ്ടല്ലോ, അവന്മാരൊക്കെ കാണാൻ മോന്തമെന്ന് കൈയെടുക്കാൻ തോന്നില്ല.